ഇന്ത്യയുടെ പെൺമക്കളെ സംബന്ധിച്ച അല്പം സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കാം. ഇന്ത്യയിലെ സ്ത്രീ സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഒന്നാണ് ബലാത്സംഗം. കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2021 വാർഷിക റിപ്പോർട്ട് പ്രകാരം മോദിജി ഭരിക്കുന്ന ബേട്ടി ബച്ചാവോ ഇന്ത്യയിൽ ഓരോ ദിവസവും ശരാശരി 87 സ്ത്രീകൾ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നുണ്ട്. ഓരോ മണിക്കൂറിലും 3.63 വനിതകൾ ലൈംഗിക പീഡനം നേരിടുന്നു. ഓരോ 17 മിനിറ്റിലും മോദിജിയുടെ ഡിജിറ്റൽ ഇന്ത്യയിൽ ശരാശരി ഒരു നാരീശക്തി ബലാത്സംഗത്തിന് ഇരയാവുന്നു. ലൈംഗിക പീഡനങ്ങളിൽ 89% ഇരയ്ക്ക് പരിചയമുള്ളവരോ ബന്ധുക്കളോ അയൽവാസികളോ ആണ്. ആകെയുള്ള ബലാത്സംഗ ഇരകളിൽ 10% പ്രായപൂർത്തിയാകാത്തവരാണ്. 2020 NCRB വാർഷിക റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇന്ത്യയിൽ ഓരോ ദിനവും ബലാത്സംഗത്തിന് വിധേയരാവുന്ന വനിതകളുടെ ശരാശരി എണ്ണം 77 ആയിരുന്നു. അതായത് മോദിജിയുടെ ബേട്ടി ബച്ചാവോ പദ്ധതി 2015 മുതൽ കോടികൾ ചിലവഴിച്ച് ഇന്ത്യയിൽ ഉടനീളം നടപ്പാക്കിയിട്ടും 2020 കണക്കുകളെ അപേക്ഷിച്ച് 2021 സ്ത്രീകൾക്കെതിരായ ബലാത്സംഗം 13% വർദ്ധിച്ചിരിക്കുന്നു. 2021 NCRB റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ നാരീശക്തിക്കെതിരെ ഏറ്റവുമധികം ക്രൂര ബലാത്സംഗം നടന്ന സംസ്ഥാനം രാജസ്ഥാനും, 2ാം സ്ഥാനത്ത് മധ്യപ്രദേശും, 3ാം സ്ഥാനത്ത് ഉത്തർപ്രദേശുമാണ്. ഈ 3 വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് നാരീശക്തി പ്രസംഗിക്കുന്ന മോദിജിയുടെ BJP ആണെന്നത് യാദൃച്ഛികമാണോ? ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം ബലാത്സംഗം നടക്കുന്നത് നമ്മുടെ മോദിജിയുടെ സ്വന്തം പോലീസ് ക്രമസമാധാന പാലനം നിർവഹിക്കുന്ന രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ തന്നെയാണ് എന്നത് മറ്റൊരു യാദൃച്ഛികതയാണോ?